പറഞ്ഞ മറുപടിയല്ലേ ഇത്? ഇഹ്സാൻ. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞതിന്റെ മലയാളത്തിൽ അതിന്റെ അർത്ഥം? ഇഹ്സാൻ നല്ലത് ചെയ്യുക, നന്നാക്കി ചെയ്യുക. അതാണ് ഇഹ്സാന്റെ അർത്ഥം. നല്ലത് ചെയ്യുക, നന്നാക്കി ചെയ്യുക. അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ട്, സദാസമയം അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ വേണ്ടാത്തരൊന്നും ചെയ്യൂല, നല്ലതേ ചെയ്യുള്ളൂ. നല്ലത് എന്നെ കടമ തീർക്കാൻ ചെയ്യൂല, അത് നന്നാക്കി ചെയ്യും. രണ്ട് കാര്യം കിട്ടും അതുകൊണ്ട്. ഇഹ്സാൻ, നല്ലത് ചെയ്യും, നന്നാക്കി ചെയ്യും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ലവരോടൊപ്പം മുഹ്സിനീങ്ങളോടുകൂടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു മുഹ്സിനീങ്ങളുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽ ഹകമു ജല്ല ജലാലു അൽ അദ്ലു ജല്ല ജലാലു അൽ ഹകമു ജല്ല ജലാലു അൽ അദ്ലു ജല്ല ജലാലു. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 6 ഇസ്മുകൾ നമ്മൾ പിന്നിട്ടു. 30 എണ്ണം പൂർത്തിയായി. നാളെ 3 എണ്ണം കൂടെ ആയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സ് പിരിയും. അൽ ഹകമു ജല്ല ജലാലു, നീതിമാനായ വിധികർത്താവ് ജല്ല ജലാലു, അതാണ് അതിന്റെ അർത്ഥം. അൽ അദ്ലു ജല്ല ജലാലു, നീതിമാനായ റബ്ബ് ജല്ല ജലാലു. അൽ ഹകം, വിധികർത്താവ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നീതിമാനായ എന്ന ഒരു വാക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ വിശദീകരിക്കുമ്പോൾ പറയാം. അൽ അദിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ഒരു നാമം അള്ളാഹുവിന്. കേവലം വിധികർത്താവല്ല, നീതിമാനാണ്. കാര്യങ്ങൾ കേൾക്കുന്നവനും അറിയുന്നവനും പരിഹരിക്കുന്നവനുമല്ല, നീതിയോടുകൂടെ പരിഹരിക്കുന്നവനാണ്. അൽ അദിൽ എന്നത് എല്ലാ ഇസ്മുകളിലേക്കും മടങ്ങും. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളെയും ബാധിക്കുന്നതാണ് അൽ അദ്ലു ജല്ല ജലാലു. അള്ളാഹു നീതിമാനാണ്. അൽ ഹകമു ജല്ല ജലാലു, അള്ളാഹു വിധികർത്താവാണ് എന്നുറപ്പിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു തീരുമാനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം അനുഭവപ്പെടും. അയാൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ സങ്കടമുണ്ടാവില്ല. അള്ളാഹു എന്തെങ്കിലും താൽക്കാലിക അനുഗ്രഹങ്ങൾ നൽകിയെങ്കിൽ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയുമില്ല. ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാൽ വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, അവിടത്തേക്ക് കാത്തു നിൽക്കുക. വിശ്വാസത്തിൽ ആഖിറത്തിൽ കൂടുതൽ കിട്ടാൻ മതി. ഏതായാലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇല്ല, അള്ളാഹുവിനോട് അവന് പരാതിയുണ്ടാവില്ല. അവന്റെ ഹൃദയത്തിന് പ്രകാശം വരും, അവന്റെ കണ്ണുകൾക്കും കാതുകൾക്കും പ്രകാശം വരും. ഈ അർത്ഥം അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ ആരോടും പരാതിയുണ്ടാവില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഹകമു ജല്ല ജലാലു, അവനാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അൽ ഹകമു ജല്ല ജലാലു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, നിയമനിർമ്മാണത്തിന് അല്ലാഹുവിനല്ലാതെ അധികാരമില്ല. അത് പാതിരിമാരുടെ സ്വഭാവമാണ്. നിയമനിർമ്മാണം പടച്ചോനെ നടത്താൻ പറ്റുള്ളൂ. പരിശുദ്ധ ദീനിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. എന്താണോ പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചത് ആ കാര്യം ചെയ്തോളണം. ആ കാര്യത്തിൽ നമ്മൾ ഒതുങ്ങി നിന്നോളണം. അതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിച്ചു പോകരുത്, അത് അപകടമാണ്. അപ്പൊ ഹുക്മ്, നിയമനിർമ്മാണം അല്ലാഹുവിന് മാത്രമാണ്. ഇതാണ് അൽ ഹകമു ജല്ല ജലാലു. ഹക്കും ബാത്തിലും വേർതിരിക്കുന്നവനാണ് അല്ലാഹു. അൽ ഹകമു ജല്ല ജലാലു. ഓരോ ശരീരവും ചെയ്തതെന്ത് ചെയ്യാത്തതെന്ത് കൃത്യമായി അതിൻ്റെ പേരിലുള്ള വിധി നിർണയം നടത്തുന്നവനാണ് അല്ലാഹു. അൽ ഹകമു ജല്ല ജലാലു. മർദിതൻ അക്രമിയിൽ നിന്ന് നീതി വാങ്ങിക്കൊടുക്കുന്നവനാണ് അല്ലാഹു. അൽ ഹകമു ജല്ല ജലാലു. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ഹകം, വിധികർത്താവ്, ആ വിധികർത്താവണമെങ്കിൽ ഒരുപാട് സംഗതികളുണ്ട്. അത് കൃത്യമായിട്ടും നീതിയോടുകൂടെയും ആകണമെങ്കിൽ ലോകത്ത് ഇതുവരെ നടന്നതൊക്കെ അറിയണം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അറിയണം, ഇനി ഉണ്ടാകാൻ പോകുന്നതും അറിയണം. ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ആ കാര്യങ്ങളുടെ ഖൈറും ഷർറുമായ കാഴ്ചപ്പാടുകൾ അറിയുകയും വേണം. അവനെ തീരുമാനം കൃത്യമായി പറയാൻ അറിയൂ. അവനെടുക്കുന്ന തീരുമാനം അത് ജഹലിൽ നിന്നല്ല. ഇത് ഇവിടുത്തെ എത്ര വലിയ കോടതി വിധിച്ചാലും അത് അനീതിയാവാം. അവരുടെ വിശ്വാസത്തിൽ നീതിയാണെന്നുറപ്പായാലും അത് അനീതിയാവാം. ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് തോന്നും ആ വിധി അനീതിയായിരുന്നു. അള്ളാഹുവിന്റെ ഒരു വിധി പിഴച്ചു എന്ന് പറയാൻ കഴിയില്ല. അൽ ഹകമു ജല്ല ജലാലു. അപ്പൊ ഒന്ന് വിശാലമായ അറിവ് വേണം വിധി നിർണയത്തിന്. രണ്ടാമത് വേണ്ടത് എന്താണ്? ഇച്ഛാശേഷി വേണം. മഹാന്മാരതിനെ വിശേഷിപ്പിച്ചു അൽ ഇറാദത്തുൻ നാഫിദ, നടക്കുന്ന തീരുമാനം. ഇച്ഛാശേഷി വേണം. എന്ത്? അവനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചാൽ
അതിൽ മറ്റൊരാൾക്ക് ഇടംകൊള്ളിയാവാൻ പറ്റരുത്, ഇടംകോലിടാൻ ഒരാളും വരരുത്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അല്ലാതെ ലോകത്ത് ഇത്ര ഇച്ഛാശക്തിയുള്ള വേറെ ഒരു ഹാക്കിമില്ല, ഭരണാധികാരിയില്ല. അൽ ഹക്കമു ജല്ല ജലാലു, അവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി കൂടുതൽ പുതിയ ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോഴേക്ക് സമയം വൈകുമെന്ന് കരുതിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്യണമെന്നായി ഇക്കാക്കമാർ തീരുമാനിച്ചത്. പക്ഷെ അള്ളാഹു തീരുമാനിച്ചിടത്തേക്ക് എത്തി. ഏതെല്ലാം കടമ്പകൾ കഴിഞ്ഞ് ഈ ഇക്കാക്കമാര് സഞ്ചിയും പിടിച്ച് അരിക്കു വേണ്ടി ഈ കൊച്ചനുജന്റെ മുമ്പിൽ, രാജാവായ കൊച്ചനുജന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ? അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്, അതേ നടക്കുള്ളൂ. ഗാലിബുൻ അലാ അംരി, ഇന്നല്ലാഹ ഗാലിബുൻ അലാ അംരി. അള്ളാഹു തീരുമാനിച്ചത് അതവന് നേടാൻ പറ്റും, അതിലവന് വിജയിക്കാൻ പറ്റും. അതിന് പാരപണിയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അൽ ഹക്കമു ജല്ല ജലാലു. ഇനി ഇച്ഛാശക്തി മാത്രം പോരാ, ഇറാദത്തുണ്ടായാൽ മാത്രം പോരാ, തീരുമാനം ഉണ്ടായാൽ പോരാ, തീരുമാനം നടത്താനുള്ള കെൽപ്പ്, അൽ ഖുദ്റത്തു താമ്മ, പരിപൂർണമായ പ്രതാപം വേണം. അപ്പോൾ മറ്റൊരാൾ കുഴക്കരുത് അള്ളാഹുവിനെ. അതേ, അള്ളാഹുവിനെ കുഴക്കാനാകാ മണ്ണിലോ വെണ്ണിലോ ഒരാൺകുട്ടിയുമില്ല. നാലാമത് വേണ്ടത് പൂർണ്ണമായ നീതി വേണം. അതിന് നീതിമാനായ റബ്ബ് അൽ അദ്ലു ജല്ല ജലാലു, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അള്ളാഹു എല്ലാം തികഞ്ഞവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, എന്ത്? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ അല്ലാഹു? വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ അല്ലാഹു? ഒരു വിധികർത്താവിന് വേണ്ട മുഴുവൻ ഗുണങ്ങളും അതിലുണ്ട്, അള്ളാഹുവിന്റെ വിധി നിർണയത്തിലുണ്ട്. അതാണ് വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലേ എന്ന് ചോദിക്കുന്നത്. ദുനിയാവിലെ വിധികർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞുകൊണ്ട് വിധി നടത്തും. ചിലപ്പോൾ അയാൾ നീതിയാണെന്ന് കരുതിയത് തന്നെ അനീതിയായി പോകും. ചിലപ്പോൾ നീതിയാണ്, നീതിയോടുകൂടെ വിധിക്കണം എന്നുണ്ട്, സമ്മർദ്ദങ്ങൾ അനുവദിക്കുന്നില്ല. ഉണ്ടാവാറില്ലേ? ഉണ്ട്. സത്യമാണെന്നറിയാം, അംഗീകരിക്കേണ്ടതാണെന്നും അറിയാം, പക്ഷെ പിന്നാലെ നിന്ന് സമ്മർദ്ദങ്ങൾ അനുവദിക്കുന്നില്ല. അവിടെയാണ് സത്യമായ ചില കാര്യങ്ങൾ പ്രഖ്യാപനം നടത്താൻ പലർക്കും പ്രയാസം ഉണ്ടാവാറുള്ളത്. അഹ്കമുൽ ഹാക്കിമീനായ റബ്ബിന് അതിന് പ്രയാസം ഉണ്ടാവില്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങ് പറഞ്ഞോളാം എന്ന് തീരുമാനിക്കാം. അതാണ് നമ്മളും ചെയ്യേണ്ടത്. സത്യത്തിൻ്റെ പക്ഷത്താണ് എപ്പോഴും നിൽക്കേണ്ടത്. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ ഒരു കാരണവശാലും ഏത് ചെയ്യരുത്, അവിടെ പിന്നെ കക്ഷിത്വം നോക്കിക്കൊണ്ട് നമ്മുടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. സത്യമാണ്, സത്യത്തിൻ്റെ കൂടെയാണ് എപ്പോഴും നിൽക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ട പല കാര്യങ്ങളും പ്രഖ്യാപിക്കാൻ പലർക്കും പ്രയാസം. അതിനെതിരെ പ്രഖ്യാപിക്കുന്ന എല്ലാവരും പറയുന്നു, പക്ഷേ തലയെടുപ്പുള്ള ആലിമ്യങ്ങൾക്ക് അതിൽ പ്രയാസം. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത്തരം ആളുകളെ പറയിപ്പിക്കണമെന്ന് കരുതിയിട്ട് സമ്മർദ്ദങ്ങൾ പിന്നാലെ നിന്നിങ്ങനെ വന്ന് അവസാനം അവരെ കൊണ്ടുവന്ന് പറയിപ്പിക്കും. അതിന് വേണമെങ്കിൽ ഉപഹാരം കൊടുത്തിട്ടാണെങ്കിൽ ഉപഹാരം കൊടുത്തിട്ട്, എന്തെങ്കിലും കൊടുത്ത് സന്തോഷപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ, എന്തായാലും പറയിപ്പിച്ചേ അടങ്ങുള്ളൂ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ അള്ളാഹുവിനെ കഴിയൂ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തൗഫീഖ് നൽകിയ ആളുകൾ, അവര് അള്ളാഹു കൊടുത്ത തൗഫീഖ് കൊണ്ട് അങ്ങനെ നിൽക്കും. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നില്ലേ, ബനൂ മഖ്സൂമിയ്യ ഗോത്രക്കാർ വന്നില്ലേ, നബിയെ ഞങ്ങളെ കബീലക്കാരി മോഷ്ടിച്ചു, ഞങ്ങളെ തറവാട്ടുകാരി മോഷ്ടിച്ചാൽ കൈ കൊത്തിക്കളയുക എന്നതാണ് അവിടുത്തെ നിയമം. പക്ഷേ ഞങ്ങളെ തറവാട്ടിൽ ഒരു പെണ്ണ് മോഷ്ടിച്ചിട്ടുണ്ട്, പേരെടുത്ത കുടുംബമാണ്, തൽക്കാലം പണിഷ്മെന്റ് ഒന്ന് ചുരുക്കണം, ശിക്ഷയൊന്ന് ചുരുക്കണം, ആ ആക്ടിൽ ഒന്ന് ലഘൂകരണം വരുത്തിക്കൂടെ? അള്ളാന്റെ ഹബീബ് പറയാ, അല്ലാഹു സാക്ഷി, അല്ലാഹു സാക്ഷി. നിങ്ങൾ എന്താ വിചാരിച്ചത്? ലൗ സറഖത്ത് ബിൻതി, എൻ്റെ പൊന്നാര മകള്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഞാൻ പറയുന്ന എൻ്റെ പൊന്നാര മകള്, അവള് കക്കുകയാണെങ്കിൽ പോലും ലഖതഅ്തു യദഹാ, ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലക്ക് അവളുടെ കൈ കൊത്തേണ്ടത് ഞാനല്ലേ, നീട്ടി വെച്ചങ്ങ് കൊത്തിക്കളയും ഞാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കവിടെ വാപ്പ എന്ന സ്നേഹം അതിന് തടസ്സമാകൂല. കാരണം നീതിയോടുകൂടെ വിധി നിർണയം നടത്തണം.
ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ നീതിയോടുകൂടെ ആയിരിക്കണം നടത്തേണ്ടത്. അഹ്കമുൽ ഹാക്കിമീനായ റബ്ബിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളതാ. പക്ഷെ നമ്മൾ എത്ര നടത്തിയാലും അതിലൊക്കെ പോരായ്മ ഉണ്ടാകും. അത്തരം പോരായ്മകളൊന്നും അള്ളാഹുവിനുണ്ടാകൂല. എന്നാൽ നമുക്കറിയുന്ന പോരായ്മകൾ ഉണ്ടാവരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളാലാവും പോലെ നമ്മൾ നീതിമാനായ വിധികർത്താവാകാൻ ശ്രമിക്കണം. നീതിമാനായ വിധികർത്താവാകാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കേസുമായി നബി തങ്ങൾ അതിൽ വിധി പറയുന്നത് എത്ര നീതിയോടെയാണ്, എത്ര നീതിപൂർണമായ മനസ്സോടെയാണ്. കേട്ടോളൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ പറയുന്നു, ഒരു സഹോദരൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്നു. വന്നിട്ട് പറയുന്നു, നബിയെ, ഒരു ചെറിയ സംഭവം അല്ല, വലിയ സംഭവം ഉണ്ടായിന്ന്. എന്തേ? ഞാനും എൻ്റെ ഭാര്യയും ഒറ്റക്കൊരു വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്. അപ്പോഴാണ് ഒരു വയസ്സുള്ള ഉമ്മാമ അതിലെ വന്നു. എന്നിട്ടോ ആ ഉമ്മാമ ഞങ്ങളോട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളിവിടെ? മക്കൾ എന്നെ അറിയോ? എന്തേ എൻ്റെ മക്കളിവിടെ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. കുറേ കാലമായിട്ട് ഈ ദമ്പതികൾ ഇവിടെ ജീവിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ ഭാര്യയും ഭർത്താവുമാകുക? പൊന്നാര മോനെ, നിനക്ക് ഞാൻ മുല തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ മുലപ്പാല് തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ പാല് തന്നിട്ടുണ്ട് മോനെ. മോളെ, നിനക്കും ഞാൻ മുലപ്പാല് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും സഹോദരനും സഹോദരിയും അല്ലേ? മുലകുടി ബന്ധത്തിലുള്ള സഹോദര സഹോദരിമാരാണ്. ഈ കല്യാണം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഭർത്താവ് ചോദിച്ചു, എത്ര കാലമായിട്ട് തുടർന്നു വരുന്ന ബന്ധാണ് ഉമ്മ ഇത്? നിങ്ങൾ എനിക്ക് മുല തന്നിട്ടുണ്ടെന്നോ എൻ്റെ ഭാര്യക്കും നിങ്ങൾ മുല കൊടുത്തിട്ടുണ്ടെന്നോ? എന്താ ഈ പറയുന്നത്? ഇത്ര കാലമായിട്ട് തുടരുന്ന ഒരു ബന്ധം വെറും നിങ്ങളുടെ ഒരു വാക്കിന് ഞങ്ങൾ വിച്ഛേദിക്കേ ഈ ബന്ധം പൊട്ടിച്ചെറിയേ സാധിക്കൂല. ഉമ്മാ, ശരി, മുലകുടി ബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെങ്കിൽ ഇന്ന് വിവാഹ ബന്ധം അവസാനിപ്പിക്കും. പക്ഷേ സനദ് വേണം, തെളിവ് വേണം. ദാ ഉമ്മാനോട് ഭർത്താവ് പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, മക്കളെ, എനിക്ക് തെളിവൊന്നും തരാനില്ല. സംഗതി അങ്ങനെയാണ്. ഞാൻ നിനക്കും മുലപ്പാല് തന്നിട്ടുണ്ട്, ഇവൾക്കും മുലപ്പാല് തന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും എൻ്റെ കുട്ടികളാണ്. മുലകുടി ബന്ധത്തിൽ എൻ്റെ കുട്ടികളാണ്, സഹോദരനും സഹോദരിയുമാണ്. ഇത്രേ പറയാൻ അറിയൂ. ഞാൻ ആ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് കണ്ടതുപോലെ ആവാം. അതാ പോകുന്നു സഹോദരൻ ഇലാ ഹദറത്തി റസൂലില്ലാഹ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ, എവിടെയെങ്കിലും ഉള്ളതല്ല. കേട്ടോ, എന്ത്? ആദരിക്കപ്പെടേണ്ട വിഷയത്തിൽ സനദ് വേണോ വേണ്ടേ? പഠിക്കണം. അതിൽ തീരുമാനം പറയുമ്പോൾ നീതിയോടുകൂടെ പറയണം. തലപ്പാവിന്റെ കനം മറന്നുകൊണ്ട് തീരുമാനം പറയരുത്. ഇത് സ്വഹീഹുൽ ബുഖാരിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് കാര്യം ചോദിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അങ്ങനെയാണോ? അങ്ങനെ പറയുന്നു നബിയെ. ആ പെണ്ണിന് അതിനൊരു തെളിവുമില്ല, സനദില്ലാതെയാ പറയുന്നത്. ഉടനെ തന്നെ പറയാണ് സയ്യിദുനാ റസൂലുള്ളാഹി, കൈഫാ വഖദ് ഖീൽ. എടുത്തു നോക്ക്, കൈഫാ വഖദ് ഖീൽ. എങ്ങനെ ഈ ബന്ധം തുടരും മക്കളെ? അങ്ങനെ പറയപ്പെട്ടില്ലേ? ആണെങ്കിലോ നീതിയോടുകൂടെ വിധി പറയുമ്പോൾ അങ്ങനെയാ പറയേണ്ടത്. സാധ്യത ഹബീബായ റസൂലുള്ളാഹിയുടെ തലനാരാണ് എന്ന് പറയപ്പെടുന്ന ഒന്ന്, പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒന്നുണ്ടെങ്കിൽ അതിന് സനദില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട സുഹൃത്തെ, അതിന് സനദ് ചോദിക്കേണ്ട കാര്യമില്ല. അതിന് സനദ് ചോദിക്കുന്നത് തന്നെ അപാകതയാണ്. അത് അനാദരവാണ്. മനസ്സിലാക്കിക്കോളൂ. സാധ്യത വെച്ച് ബഹുമാനിക്കാ വേണ്ടത്. ഇന്നലെയും പറഞ്ഞു ഒരു ഉദാഹരണം, ഇന്നും പറഞ്ഞത് മറ്റൊരു ഉദാഹരണം. നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് വിധി തീർപ്പ് കൽപ്പിക്കുമ്പം ശരിക്കും ആലോചിച്ച് കൽപ്പിക്കണം. നാളെ ഒരു ലോകം വരാനുണ്ടെന്ന ബോധത്തോടു കൂടെ ആയിരിക്കണം വിധി കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് മറുപടി പറയേണ്ടി വരുമെന്ന ബോധമുണ്ടാവണം. ശരിക്ക് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തലനാരിൽ ഒന്നാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖസ്റജ് കേരളത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഈ മുടിയെക്കുറിച്ച് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി. ഞാൻ ഒറ്റ വാക്കിൽ അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഖസ്റജിയെക്കുറിച്ചൊരു മഹാകേശവൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ കോടതിയിൽ എങ്ങനെ പൊറുപ്പിക്കും? ഇതൊക്കെ ശരിക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ചെറിയൊരു സാധ്യതയെങ്കിലും കാണുന്ന ഈമാനുള്ള മോമിനിന്റെ ഖൽബ് വേദനിക്കൂലേ? ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രം സ്വയം ചിന്തിക്കുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹകീമീൻ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹകീമീൻ.
അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ? പാളാത്ത വിധികർത്താവാൻ. ഒരിക്കലും പാകപ്പിഴവുകൾ സംഭവിക്കൂല. ഫൽഹുക്മു ലില്ലാഹിൽ അലിയ്യിൽ കബീർ. അത്യുന്നതനായ റബ്ബിനാണ് എല്ലാ നിലക്കും വിധി നിർമ്മാണത്തിന് അധികാരം. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളാണ്. സമയത്തിന്റെ കുറവുണ്ട് കാര്യങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാൻ. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ തീരുമാനിക്കും. അതിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ എവിടെ അധികാരം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഹക്കീമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഹക്കമു ജല്ല ജലാലു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഹക്കമു ജല്ല ജലാലു. ഹക്കമാണവൻ, തികഞ്ഞ വിധികർത്താവാൻ. അതുകൊണ്ടാണ് വത്തീനി വസ്സൈത്തൂൻ ഈ സൂറ അങ്ങനെ ഓതി വരുമ്പോൾ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹകീമീൻ, അല്ലാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിനോട് പ്രതികരിക്കണം. എന്ന ഖുർആനിലെ കുറേ സൂക്തങ്ങളോട് നമ്മൾ പ്രതികരിക്കണം. പല ആയത്തുകളും കേൾക്കുമ്പോൾ അങ്ങനെ വെടികൊണ്ട ആനയെപ്പോലെ നിൽക്കാൻ പറ്റില്ല, ധരിച്ചു നിൽക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തേ, അതാ ശരിക്ക് മയക്കുവെടി കൊണ്ട ആനയെപ്പോലെ നിൽക്കാൻ പാടില്ല. പ്രതികരണശേഷി വേണം. പറയൂ, എന്താ പറയേണ്ടത്? ഇത്തരം ചോദ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കണം. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ? നബി തങ്ങൾ പറയാൻ പഠിപ്പിച്ചതാണ്. ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. നിസ്കരിക്കുമ്പോൾ പോലും വിവരമുള്ളവർ ഇമാം ഇത് ഓതുമ്പോൾ നിസ്കാരത്തിൽ പോലും ഇത് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടാകും. സുന്നത്താണ്. ബലാ, അതെ അതെ, വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ലോകത്ത് നീ അഹ്കമുൽ ഹകീമീനാൻ, നീ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവാൻ ലോകം മുഴുവനും സമ്മതിക്കുന്നു. ലോകത്തൊരുപാട് അനേകായിരങ്ങൾ അനേക കോടികൾ പടച്ചവനെ ഈ സാക്ഷ്യം നടത്തുന്നവരാണ്. അവരുടെ സാക്ഷീകരണത്തോടൊപ്പം ഞാനും ആ സാക്ഷികളിൽ ഒരുത്തനാണ്. ഞാനും അത് സാക്ഷ്യം വഹിക്കുന്നു. നീ അഹ്കമുൽ ഹകീമീനാണ്. ബലാ, അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനും അത് സാക്ഷ്യം വഹിക്കുന്ന കോടാനക്കോടി മനുഷ്യരിൽ ഒരാളാണ്. ഇന്ന് മുതൽ ഇനി ഈ ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ദുആരക്കണം, നിങ്ങൾ അങ്ങനെ പ്രതികരിക്കണം അതിനോട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഇങ്ങനെ കുറെ ഉണ്ട്. സൂറത്തുർ റഹ്മാനിൽ ഇടയ്ക്കിടെ ആവർത്തിച്ചു വരുന്ന ശബ്ദം കേട്ടിട്ടില്ലേ? 10-31 തവണ ആവർത്തിച്ചൊരു ആയത്തുണ്ട്. അതിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഏതായത്തുകൊണ്ടാണ് നിങ്ങൾ കളവാക്കാൻ തയ്യാറുള്ളത്? ജിന്ന് ഇൻസ് വർഗമേ, ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ പറ്റുമോ പടച്ചോൻ്റെത്? അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന അടയാളങ്ങൾ ഈ ഭൂമി ലോകത്ത് എത്രയുണ്ട്? അത് ഏതെങ്കിലും ഒന്ന് കളവാക്കാൻ പറ്റുമോ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിവല്ല എന്ന് പറയാൻ പറ്റി? എന്താ ഉള്ളത്? ആകാശമുണ്ടോ, ഭൂമിയുണ്ടോ, അന്തരീക്ഷമുണ്ടോ, കാറ്റുണ്ടോ? ഇവിടെയെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏതനുഗ്രഹം കൊണ്ടാ നിങ്ങൾ കളവാക്കാൻ തയ്യാറുള്ളത്? ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി അത് ഓതിക്കൊടുത്തു. സഹാബത്ത് ശ്രദ്ധയോടെ കേട്ടിരുന്നു, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടിരുന്നു. പ്രതികരിച്ചില്ല, പ്രതികരിക്കണമെന്നറിയില്ലായിരുന്നു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതോതിത്തരുന്നതിൻ്റെ മുമ്പ് ഞാൻ ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത രാത്രിയിൽ ഇതാ ഞാൻ സൂറത്തുർ റഹ്മാൻ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തപ്പോൾ, ഓ എന്തൊരു ഭംഗി സുഹൃത്തുക്കളെ! ജിന്നുകൾ കാനൂ അഹ്സന മിൻകും റദ്ദാ, കാനൂ അഹ്സന മിൻകും റദ്ദാ, അവർ നിങ്ങളെക്കാൾ നല്ല പ്രതികരണമാണ് നൽകിയത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഞാൻ ഇങ്ങനെ ഓതുമ്പോഴൊക്കെ 31 തവണയെങ്ങാനും ഉണ്ടാകും. അത്രയും തവണ ഞാൻ ആയത്തങ്ങ് ഓതുമ്പോഴേക്ക് അവർ കൂട്ടായിട്ട് ഇങ്ങനെ പറയും, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ് എന്നവർ ചൊല്ലിയിരുന്നു. നിങ്ങളും അത് ചൊല്ലണം എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പഠിപ്പിക്കുന്നു. ലാ, ഇല്ല.
ബിശൈഇൻ മിൻ നിഅമിക്, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒരു ചെറിയ അനുഗ്രഹം കൊണ്ട് പോലും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ ഇല്ല നുകദ്ദിബു, ഞങ്ങൾ കളവാക്കുന്നില്ല, ഫലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, നിന്റെ ഒരു അനുഗ്രഹവും ഞങ്ങൾ കളവാക്കുന്നില്ല. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബന നുകദ്ദിബു ഫലക്കൽ ഹംദ്, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബന നുകദ്ദിബു ഫലക്കൽ ഹംദ്, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബന നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഞാനത് 3 വട്ടം അതൊക്കെ ആവർത്തിച്ചത് നമ്മൾ ചൊല്ലണം, പഠിച്ച് ചൊല്ലണം. ജുമുഅക്കെന്നും ഇമാമോദും ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അവരുടെ മടക്കം നാളെ പരലോകത്ത് എന്നിലേക്കാണ്, നമ്മളിലേക്കാണ്. അവരുടെ ഹിസാബ് എടുക്കുന്ന ഉത്തരവാദിത്വം നമ്മക്കാണ്. അല്ലാഹു ആ ഹിസാബ് എന്ന് കേൾക്കുമ്പോഴേക്ക് വിശ്വാസി പേടിക്കണം, വിചാരണ നാൾ. അപ്പൊ വിശ്വാസി പതുക്കെ അങ്ങനെ പറയണം, റബ്ബി യസ്സിർ ഹിസാബി. അടുത്ത ജുമുഅക്ക് ഇത് കേൾക്കുമ്പോൾ പറയണം, റബ്ബി യസ്സിർ ഹിസാബി, പടച്ചോനെ എൻ്റെ ഹിസാബ് എളുപ്പാക്കി തരണേ. വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട്, ആ ദിവസം എപ്പോഴാന്ന് റസൂല് പറഞ്ഞു തന്നിട്ടില്ല. ആ സമയത്ത് ദ്വാരന്നാൽ ദ്വാ ഉറപ്പാണ്, ഉത്തരം ഉറപ്പാണ്. ഉറപ്പ ഏതൊരാൾക്കും ദ്വാരന്നാൽ ഉത്തരം ഉറപ്പാണ്. ആ സമയം എപ്പോഴാ പറഞ്ഞിട്ടില്ല, ഒരു നിമിഷം. അത് ഇമാമ് മിമ്പറിൽ കയറിയതിൻ്റെ ശേഷം നിസ്കാരം കഴിയുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് എന്ന് മഹാന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒതുക്കാം. അതൊന്നും ഏതല്ല കേട്ടോ, തീർപ്പ് കൽപ്പിക്കുന്ന സംഗതിയല്ല. തീർപ്പ് കൽപ്പിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ എന്നാ, അത്രേ പറയാൻ പറ്റുള്ളൂ. തീർപ്പ് കൽപ്പിച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ. വെള്ളിയാഴ്ച ദിവസം ഒരു നിമിഷം കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. അതെപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ മഹാന്മാർ ഒന്നും കൂടെ അത് ക്യാപ്സൂളാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു, അവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധ പുലർത്തട്ടെ എന്ന് കരുതിയിട്ട്. ഇമാമ് മിമ്പറിൽ അങ്ങ് കയറിയാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും ആവാം. അപ്പൊ ഈ ദുആനൊക്കെ എന്തോ ഒരു പ്രാധാന്യമുണ്ട്. ആ സമയത്തായാലോ അത്, അല്ലേ? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറയുമ്പോഴേ റബ്ബി യസ്സിർ ഹിസാബി, ആ സമയത്തോടെ അങ്ങോട്ട് ഒത്തു വരികയാണെങ്കിൽ ഹിസാബ് എളുപ്പമായില്ലേ, ഉറപ്പ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അതിനാണ് ചിലർ ഒന്നും കൂടെ അതിനെ ചുരുക്കിയിട്ട് പറഞ്ഞു. പ്രബലമായ അഭിപ്രായം മഹാന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെയാണ്. ഇമാമ് മിമ്പറിൽ കയറിയിട്ട് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പാണ്. അസ്സലാമു അലൈക്കും സലാം വീട്ടുന്നത് വരെയുള്ള സമയം എപ്പോഴും ആവാം. വേറെ ടീം പറഞ്ഞു 2 ഖുത്ബന്റെ ഇടയിൽ ഇമാം ഒരു ഇരുത്തിരിക്കലുണ്ടല്ലോ, അപ്പോഴും ആവാം. അതുകൊണ്ടാണ് ആ ഇരുത്തത്തിൽ എല്ലാവരും കൂടെ കൈ പൊക്കിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് സലാത്ത് ചൊല്ലിയിട്ട് വേഗം ചോദിക്കാനുള്ളത് 1-2 വാക്കിൽ. കാരണം പിന്നെ ജുമുഅന്റെ ഖുത്ബ ശ്രദ്ധിക്കുക വേണ്ടത്. ഖത്തീബ് വീണ്ടും ഖുത്ബക്ക് എഴുന്നേറ്റാലും ഒരു 5 മിനിറ്റ് ദ്വാരക്കുന്ന സ്വഭാവം അത് ശരിയല്ല. ഇമാം ഒരു ഖത്തീബ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി അവിടുന്ന് എഴുന്നേൽക്കും. അപ്പം അതിൻ്റെ ഇടയിൽ പറയാനുള്ളത് പറയാം. പിന്നെ ശ്രദ്ധിക്കുക വേണ്ടത്, ദിക്ർ ദുആ കൊണ്ട് ജോലിയാവാം ആർക്ക്, ഖുത്ബ കേൾക്കാത്തവർക്ക്. ഖുത്ബ കേൾക്കുന്ന ആൾ ഖുത്ബ ശ്രദ്ധിക്കലാണ് ഏറ്റവും സുന്നത്ത്. അപ്പോൾ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് തീർക്കും വേണം. അപ്പോൾ എന്ത് പറയാ, നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാക്കുണ്ട് അല്ലേ? ആ സ്വലാത്തായിട്ട് ചൊല്ലിയിട്ട് കൂടുതൽ ദ്വാരക്കാനൊന്നും സമയമല്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നല്ലത് മാത്രം തരണേ അല്ലാഹ്. എല്ലാം പെടും അതിൽ. എന്നിട്ട് ഇമാം എഴുന്നേറ്റിട്ടില്ലെങ്കിൽ സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ എന്തോ ഉണ്ടാവും. ആണ് പറഞ്ഞോ, പടച്ചോനെ കുറച്ച് കടണ്ട് വീട്ടിൽ തരണം. മലയാളത്തിൽ പറഞ്ഞോ, പടച്ചോനെ എൻ്റെ കുട്ടികളെ നീ ഒരു കഞ്ഞിക്കാക്കി തരണം. പറഞ്ഞൂടെ അള്ളാഹുവിനോട്? പടച്ചോൻ സ്വീകരിക്കൂലേ? എന്താ നമ്മൾ അന്തം വിട്ട് നിൽക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പം അവസരമുണ്ട്, കൂട്ടത്തിൽ ഉണർത്തിയതാണ്. നേരത്തെ നാം പറഞ്ഞ സമീയായ ബസീറായ റബ്ബ് അതെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ദ്വാരന്നോ അത് നഷ്ടപ്പെടൂല. അൽ ഹകമു ജല്ല ജലാലു അലൈസല്ലാഹു ബി അഹ്കമിൽ ഹകീമീൻ. ഇനി വിധികർത്താവാകണമെങ്കിൽ അവിടെ എന്താണ് ആവശ്യം? ഒന്ന്, പ്രശ്നം ഉണ്ടാവും. പ്രശ്നങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട്. വിധികർത്താവിന് വിധി കൽപ്പിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ വേണം. അതേതായാലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹു അതിൽ എന്ത് കൽപ്പിക്കുന്നു എന്നിടത്താ പ്രശ്നം. ഇനിയോ അതോടൊപ്പം തന്നെ ഒരു നീതി പൂർണ്ണമായ ഒരു വിധി നിർണയത്തിലൂടെ ആയിരിക്കണം ആ വിധി നടത്തേണ്ടത്. നീതിയിൽ അധിഷ്ഠിതമായ വിധിയായിരിക്കണം. അത് അള്ളാഹുവിൻ്റേതൊരിക്കലും പാളിപ്പോകുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും പക്ഷം ചേർന്ന് വിധിക്കുകയില്ല. അള്ളാഹു പക്ഷപാതിയല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നീതിമാനാണ്. അൽ അദ്ലു ജല്ല ജലാലു
അൽ ഹകമു ജല്ല ജലാലു അൽ അദുലു ജല്ല ജലാലു. അതിൽ ഏതെടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, പരമാവധി നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. കാര്യങ്ങളെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കരുത്, അറിഞ്ഞുകൊണ്ട് കൃത്രിമങ്ങൾ കാണിക്കരുത്. സദ്ദിദു ഖാരിബു. സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്താൻ എന്നോടും നിങ്ങളോടും കൽപ്പിക്കുന്നത് കാണാം. ഇനി അള്ളാഹുവിൻ്റെ നിയമത്തിൽ നീതിയുണ്ടോ? തൂക്കൊപ്പിച്ചിട്ടാണോ? അള്ളാഹു രണ്ടാളുടെ കാര്യം പറയുമ്പോൾ ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും നിൽക്കോ? ഇല്ല, അത് കറക്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കും. അവകാശങ്ങൾ തുല്യമാണെങ്കിൽ അതാ ഭർത്താവിനോട് വലിയ കടപ്പാടുകളാ പെണ്ണിനുള്ളത്, സംശയമില്ലല്ലോ. പക്ഷേ ഇത് എന്താണ്? ഖുർആനിൽ ഒരായത്തിന്റെ വെളിച്ചത്തിലാണ് നാം ഈ പറയുന്നത്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. ആണുങ്ങളല്ലേ വീട്ടിലെ ചെലവ് നടത്തുന്നത്. ആണുങ്ങൾ എല്ലുമുറിയെ പണിയെടുത്തിട്ടല്ലേ വീട്ടിൽ അന്നം മുട്ടാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ കൈകാര്യമുള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ പറയാനുള്ള വോയിസ് ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണിനും പെണ്ണിനും അങ്ങനെ ഒരു അന്തരം നൽകിയിട്ടുണ്ട്. ഈ ആയത്ത് വെച്ചിട്ട് പലപ്പോഴും ആണുങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നമ്മൾ അംഗീകരിച്ചോളണം, നിനക്ക് നമ്മളോട് തീരാത്ത കടപ്പാടുകളുണ്ട്. ഇത് മാത്രം പറഞ്ഞ് തട്ടിക്കയറിയാൽ ഒരു സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു സഹോദരി ഒരിക്കൽ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരി ഒരിക്കൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ പുതിയാപ്പളുടെ അടുത്ത് ഈ ആയത്ത് കേട്ട് മടുത്തണ്. അർരിജാലു കവ്വാമൂന, അനങ്ങിയ ഓതും അർരിജാലു കവ്വാമൂന അലൻ നിസാ. ഇത് കേട്ട് മടുത്തിന്. ഈ പെണ്ണുങ്ങളോട് വ്യക്തമായ ബാധ്യത, ആണുങ്ങളോട് മാത്രമല്ല ബാധ്യത, തിരിച്ച് പെണ്ണുങ്ങളോടും ബാധ്യത ഉണ്ട് എന്നുള്ളതിന് ഒരായത്ത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലുണ്ട്. കാരണം അല്ല, അദുലു ജല്ല ജലാലു ആയ റബ്ബ് അങ്ങനെ കാണിക്കാൻ പറ്റൂലല്ലോ, നീതിമാനല്ലേ. എവിടെയാണത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 228 ആയത്ത്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. വലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ. ബിൽ മഅറൂഫ്, ന്യായമായും അവകാശങ്ങളുമുണ്ട്. ബാധ്യതയുള്ളതുപോലെ ന്യായമായിട്ട് പെണ്ണുങ്ങൾക്ക് അവകാശവും കിട്ടാനുണ്ട്. ബാധ്യത മാത്രമുള്ള ഒരു ടീമല്ല. വലഹുന്ന, അവർക്ക് കിട്ടാനുണ്ട്. മിസ്ലുല്ലദി അലൈഹിന്ന, അവർ കൊടുക്കാനുള്ളതിന് തുല്യമായിട്ട്. ബിൽ മഅറൂഫ്, ന്യായമായും. അപ്പൊ ന്യായമായും ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുള്ളവരാണ് സഹോദരിമാർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അപ്പൊ ആ സഹോദരിനോട് പറഞ്ഞു, അത് നാക്കിനോട് വഴങ്ങൂല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ പറയുന്ന എളുപ്പത്തിൽ പറയാൻ കഴിയുന്നില്ല. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്മാർ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ നിയമം നീതിപൂർണമായിരിക്കും. അള്ളാഹു എന്ത് പറഞ്ഞാലും അതിൽ നീതി ഉണ്ടാകും. നീതിയില്ലാത്ത ഒരു കാര്യവും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയൂല. കൃത്യമായിട്ട് നീതിയുള്ളതേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുള്ളൂ. എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണ്. അമാനത്ത് സ്വത്തുകൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിടത്ത് എന്തൊരു നീതിയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ മധ്യസ്ഥം വഹിക്കുകയാണെങ്കിൽ അവിടെ നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ചതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒക്കെണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. ജനങ്ങളിൽ നിന്ന് വാങ്ങിയ അമാനത്തുകൾ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അൽ അദ്ലു ജല്ല ജലാലു ആയ റബ്ബ് കൽപ്പിക്കുന്നു. ഈ നാമം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ഗുണാണിത്. നമ്മൾ അനീതിയുടെ വക്താക്കളാവരുത്, നീതിയുടെ വക്താക്കളാവണം. ഒരാൾ നടത്താൻ തന്ന കട, ഒരാൾ നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി തന്ന പീടിക റൂം ഒരു കാരണവശാലും കൈവശാവകാശം പറഞ്ഞിട്ട് അയാളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്. എത്രയോ ആളുകളുണ്ട് കടയിൽ ജോലിക്കാക്കിയിട്ട്, ഒരു കക്ഷിയെ ജോലിക്കാക്കി വന്നാൽ ലീവും കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അയാൾ മുതലാളിയായിട്ടുണ്ടാവും. മറ്റേയാൾ
അയാൾക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോരാ. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ പലപ്പോഴും നടക്കുന്ന കാര്യമാണ്. അൻതുഅദ്ദുല്ലമാനാത്തിലാഹ്ലിഹ, അള്ളാഹുവിൻ്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സഹോദരൻ, കുറച്ച് കണ്ണും കാതും കൂടിയ ഒരാൾ സഹോദരൻ്റെ കയ്യിൽ നിന്ന്, മുതലാളിയുടെ കയ്യിൽ നിന്ന് കട തട്ടിയെടുത്തു. അതിലുള്ള ജോലിക്കാരെ മുഴുവൻ അയാളുടെ ജോലിക്കാരാക്കി. സഹജോലിക്കാരൻ അതിന് മുതലാളിയായി. അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എനിക്ക് ഉറപ്പാ ഇയാളിത് തട്ടിയെടുത്തതാണ്, ഞങ്ങൾക്കൊക്കെ ഉറപ്പാ, ഇനി ഇതിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന്. പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഇതിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് അയാൾ ചോദിക്കുന്നു. എനിക്ക് മനസാക്ഷി സമ്മതിക്കുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറ്റൂല, കാരണം പച്ച ഹറാമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ നിന്നൂടാ. ഹറാമായ വരുമാനേ അവന്റെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുമായിട്ട് ഇടപാട് തന്നെ പറ്റൂല. ഹറാമും ഹലാലും കൂട്ടിക്കുഴമ്പിനെങ്കിലും അല്ല, ഇത് ഹറാമാണ് എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഇടപാട് നടത്താറുണ്ട്. ഹറാമും ഹലാലും കൂടെ കൂട്ടിക്കലർത്തിയ ഒരാളാണ്, എല്ലാം ഉണ്ട് അയാളുടെ കയ്യിൽ. പക്ഷെ ഇത് ഹറാമിൻ്റെതാണ് എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ, ഹലാലും ആവാ ഹറാമും ആവാം, എന്നാൽ പിന്നെ ഹലാലായിരിക്കും എന്നുള്ള ധാരണയിൽ അയാളുടെ കൂടെ ജോലിക്ക് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇടപാട് നടത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് കൃത്യമായിട്ടും ഇത് മുഴുവൻ വെട്ടിപ്പിടിച്ചതാണ്. എന്ത് ചെയ്തു? ഇയാൾ അറബിക്കൊന്നും ചെയ്തു കൊടുക്കൂല. അപ്പോൾ ഇയാൾ നാട്ടിൽ പോന്നപ്പോൾ മറ്റേയാൾ അറബിയെ സ്വാധീനിച്ചു. അറബിക്ക് കുറച്ച് കാശ് കൊടുത്ത് കട മുഴുവൻ ഇയാളുടേതാക്കി, തട്ടിയെടുത്തു. അമാനത്തുകൾ എത്ര റൂം ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് മുതലാളിമാർക്കൊക്കെ പേടിയാ, കാരണം അത് തിരിച്ചിട്ടൂല. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ തീരുമാനത്തിൽ നീതി പുലർത്താൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എത്ര ശരിയാണത്. ഈ നാട്ടുമൂപ്പന്മാർ ഓലാണ് മധ്യസ്ഥത്തിന് പോവുക, നാട്ടുമൂപ്പന്മാർ, കാരണവന്മാർ. ഇവർ മദ്യത്തിന് പോകുമ്പോൾ നല്ലോണം കരുതുന്നത്, ഈ മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമായ അമലാണ്. പ്രശ്നങ്ങൾ തീർക്കാന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ. കളവ് പറയാൻ പാടില്ല ഒരു മുസ്ലിം ഒരിക്കലും, പക്ഷേ മധ്യസ്ഥം വഹിക്കുമ്പോൾ പരസ്പരം നന്നാക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ അത് കളവല്ല. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ കളവ് പറഞ്ഞ കുറ്റല്ല, അവിടെ കളവ് പറയണമെന്നാ. എന്തിനിത് നന്നായി കിട്ടാൻ. എന്തിനാ റസൂലുള്ള അങ്ങനെ പറഞ്ഞു വെച്ചാൽ നന്നാക്കാൻ കളവ് പറയാതെ നടക്കൂല. രണ്ടാൾ തെറ്റിക്കഴിഞ്ഞാലേ നന്നാക്കണമെങ്കിൽ കളവ് നിർബന്ധമായിരിക്കും. ആ പണി ആരെങ്കിലും എടുത്തു നോക്കിയെങ്കിൽ വേഗം തിരിയും. തെറ്റിയോല നന്നാക്കാൻ, പിണങ്ങിയവരെ നന്നാക്കാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് വേഗം ബോധ്യപ്പെടുക ആ കാര്യം. കാരണം എന്താ, ഇയാളെടുത്ത് നമ്മൾ ചെന്നു ആചാര്യടുത്ത് ചെന്ന് ആചാര്യോട് സംസാരിച്ചപ്പോൾ ആചാര്യ പറയണം, ഉസ്താദെ പൊന്നാർ ഉസ്താദ് ആ വിഷയത്തേക്ക് ഇറങ്ങണ്ട, പലരും ഇറങ്ങിയിട്ട് വഷളായതാ, അത് നന്നാക്കാൻ ആരെ കൊണ്ടും ആവൂല. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു നിലക്കും അത് സാധ്യമല്ല. അല്ലെങ്കിലും അവൻ്റെ ശീലവും അവൻ്റെ സ്വഭാവവും ഒക്കെ പഠിച്ചു വെക്കുമ്പോൾ അവനോട് മിണ്ടിയിട്ടുള്ള സ്വർഗ്ഗം എനിക്ക് വേണ്ടെന്നപ്പം ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് പറയും. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള സംസാരമാണ്, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും അനുസരണക്കേട് പറഞ്ഞ ഇയാളോട് അതല്ല, പടച്ചോനെ വിചാരിച്ചിട്ട് എന്നെ വിചാരിച്ച് നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം, നിങ്ങളൊന്ന് വഴങ്ങണം. നിങ്ങൾ എന്ത് ചെയ്താലും ഇതൊക്കെ ഫലപ്പെടാതെ പോകൂലേ പിണങ്ങിയാല് എന്ന് പറയുമ്പോൾ ഇയാള് അവസാനം പിന്നെ മിണ്ടാതെ ഒരു മൗനം സമ്മതം എന്ന നിലക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എണീറ്റ് പോകുന്നത്, ഇനിയൊരു ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട്. അപ്പോഴാണ് മറ്റേ ആളെടുത്ത് പോയത്, കക്ഷീൻ്റെ അടുത്ത്. അപ്പോൾ ആ കക്ഷി പറയാം, ഉസ്താദേ എനിക്ക് മിണ്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അയാൾ ഒരിക്കലും മിണ്ടാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് അതിന് പറ്റിയ കക്ഷിയല്ല എന്ന് അയാൾ പറയുമ്പോൾ നമ്മൾ പറയാം അത് ശരി തന്നെയാണ്, ഞാനാണ് കയറി ചെന്നപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തും ഇത് തമ്മിലടുക്കുമോ? ഇല്ല. അപ്പം നമ്മൾ പറയേണ്ടത് എന്താ? നമ്മളവിടെ പറയണ്ടേ നിങ്ങളാ പറഞ്ഞ മാതിരിയൊന്നുമല്ല അയാൾ ഈ വിഷയം അവതരിപ്പിച്ച് അയാളുടെ മുമ്പിൽ ചെന്നപ്പോൾ കണ്ണീരൊലിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എനിക്ക് എപ്പോഴും നന്നാകാൻ ഞാൻ റെഡിയാണ് ഉസ്താദേ എന്നാ പറഞ്ഞത്. മരിച്ചു പോകേണ്ട തടിയല്ലേ, നമുക്കൊക്കെ നന്നാവാതെ എന്താ, തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യൻ്റെ അടുത്ത് ഉണ്ടാവൂലേ, അതാ പറഞ്ഞത്. അയാൾ സലാം പറഞ്ഞ ഞങ്ങൾ നന്നാവാൻ തയ്യാറാണോ ഇയാളോട്? അല്ലാതെ അയാൾ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഇയാൾ ഒന്നും കൂടെ മൂക്കും, ഇതടുക്കൂല. അപ്പൊ കളവ് പറയൽ നിർബന്ധമായ ഒരു മേഖലയായതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് പരസ്പരം നന്നാക്കാൻ വേണ്ടി കളവ് പറയുന്നത് കളവല്ല, അവൻ കദ്ദാബല്ല, അവൻ കളവ് പറഞ്ഞവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. അത്രയും കൂലിയുള്ള കാര്യമാണ്. പക്ഷേ നാട്ടുമൂപ്പന്മാര് പലപ്പോഴും ഇത് വഷളാക്കുന്നു. കാരണം മറുപുറത്തുകൂടെ
സ്വകാര്യമായി കവറ് കൊണ്ടുപോയി കൊടുത്ത അതിനനുസരിച്ച് മദ്യം പറയുന്നവർ, ആദ്യം തന്നെ മദ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അച്ചാരം നൽകുന്നവർ, കാശ് പറഞ്ഞുറപ്പിക്കുന്നവർ, ഇതൊക്കെയാണ് ഇന്ന് നാട്ടിലുള്ള മധ്യസ്ഥ സമൂഹത്തിന്റെ അവസ്ഥ. മധ്യസ്ഥന്മാരുടെ അവസ്ഥ ആർക്കും നീതിയില്ലാതെ പോയിരിക്കുന്നു. മധ്യസ്ഥന്മാര് പേടിക്കണം. അക്കോലത്തിലാണെങ്കിലോ അവര് ഹിസാബ് പോലുമില്ലാതെ നരകത്തിൽ കടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അനീതിയാണെന്ന് ഉറപ്പുള്ളതോടുകൂടെ ഒരു വിഷയത്തിൽ മദ്യം പറഞ്ഞാൽ എന്ത്, രണ്ടാള് തമ്മിലുള്ള കേസ്, ഇയാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാനുണ്ട്, ഇയാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാനുണ്ട്. അതിൽ മദ്യം പറയാം. ഞാൻ ഈ ആളെ ഒന്നും പറയാൻ വേണ്ടിയല്ല പറയുന്നത് കേട്ടോ, ഇതുണ്ടായൊരു സംഭവമാണ്. രണ്ടാൾ മദ്യം പറയാണ്ട് ഒരു പാവപ്പെട്ടവന്റെ അടുത്ത് 1 ലക്ഷം ഉറുപ്പ്യ ഒരു മുതലാളി വാങ്ങി, ഇത് തിരിച്ചു കൊടുക്കൂല. നാട്ടിലുള്ള ആളുകളൊക്കെ ഇയാളോട് പലപ്പോഴും ചോദിച്ചു, നിങ്ങൾക്ക് അയാൾ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു കൊടുക്കൂല എന്നുള്ള ശൈലിയിലാണ് ഇയാൾ നിൽക്കുന്നത്. അവസാനം ഇയാൾ അതിൻ്റെതായ പല ന്യായങ്ങളും പറഞ്ഞു, പല കാരണങ്ങളും പറഞ്ഞ അയാൾ അതിൽ നിന്ന് ഒഴിയാൻ നോക്കുമ്പോൾ ആ മദ്യം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വെക്കുക. അയാൾ അടുത്ത് ചെല്ലുമ്പോൾ ഈ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയ ആള് ഞമ്മന്റെ ആളാണ്. അതേസമയം ഇവിടെ ചൂഷണത്തിന് വിധേയമായ ആളോ പാർട്ടിയിൽ ഞമ്മന്റെ ആളല്ല. അപ്പൊ ഈ നേതാവ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ നിങ്ങൾ? രണ്ടാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾ ഇയാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു എന്നാ പറയണത്, ഇയാള് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഇതിന് എഴുത്തും രേഖയും കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല. ആ സാധു പറയുന്നത് ഇല്ല, അതിന് തെളിവും കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് 5 പൈസയും കിട്ടൂല, ഒരു 50,000 ഞാനാണ് മദ്യാക്കി ഞങ്ങൾ സ്വീകരിക്കുമോ എന്ന് ഈ സാധുവിനോടെ ചോദിക്കാണ്. നേരെ മറിച്ച് ഇയാൾ പറയാണ് കൊടുക്കണേ അയാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ എടുത്തു കൊടുക്കും, അതിനുള്ള പവറുള്ള ആളാണ്. പക്ഷെ ഇയാൾ ഇവിടെ എന്ത് ചെയ്യാണ്? 50,000 ഇത് ചുരുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ മറ്റേ ആൾക്ക് നല്ലൊരു പുഞ്ചിരി, 50,000 ചുരുങ്ങി കിട്ടിയല്ലോ. അപ്പോഴാണ് വിവരമുള്ള ഒരാൾ ഇതുപോലുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ എത്ര വലിയ തറവാട്ടുകാരായാലും ശരി, ഒരു വിവരമില്ലാത്തൊരു സാധുവായ മനുഷ്യൻ, അയാൾ വിവരമില്ല എന്ന് പറഞ്ഞുകൂടാ, വിവരമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ബോധമുണ്ട് വിവരത്തിലധികം, അയാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നത്, അല്ല പരിശുദ്ധ ദീനില് തെളിവില്ലാത്തതിന്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ വെട്ടിക്കുറക്കുന്നതല്ലേ? എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ടവരോട് എല്ലാ ആദരവും വകവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഈ സാധുവായ മനുഷ്യൻ. ഒരു കക്ഷി പറഞ്ഞു ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിന്, വാങ്ങിയ ആള് പറഞ്ഞു വാങ്ങിയിട്ടുണ്ട്. ഇതിനാണ് ഇഖ്റാർ എന്ന് പറയാം. ഇഖ്റാർ, സ്വയം സമ്മതിക്കാം. സ്വയം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് ദീനിൽ വലിയ തെളിവല്ലേ? എന്നിട്ടാണോ ഇയാളെ കണ്ണുരുട്ടി നിങ്ങൾ ഒരു 50,000 വെട്ടിച്ചുരുക്കാൻ നോക്കുന്നത്? അപ്പൊ കക്ഷി അയാളോട് ചോദിക്കുക, നിങ്ങൾ എവിടെയാ? ഇയാളെ നാട്ടുകാരനാ? നിങ്ങൾ ഇയാളെ കൂടെ വന്ന് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂട്ടോ. പിന്നെ മധ്യസ്ഥമൊക്കെ കഴിഞ്ഞിട്ട് ഇയാളെ കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു, സംഗതി ശരിയാണ്, പക്ഷെ അങ്ങനെ അത് തീരൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീർത്തത്. ഇയാൾ അപ്പോഴും വിട്ടില്ല. സംഗതിയൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾ ആ മനുഷ്യനോട് അതാണ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കും, എനിക്കറിയാം. പക്ഷെ നിങ്ങളെ പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രമല്ലേ ആ മനുഷ്യന് 50,000 ഇളവിന് ആ സാധുവിൻ്റെ കാശ് നിങ്ങൾ 50,000 ഉറുപ്പ്യ നിങ്ങൾ കൂട്ടുനിന്ന് വെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ താഴോട്ടിങ്ങനെ നോക്കി. ഞാൻ വളരെ ശ്രദ്ധിച്ച വിഷയം അവതരിപ്പിച്ചത്, കാരണം ഇയാൾ ആരാണ്, തങ്ങളാണോ മുല്യാരാണോ എന്നൊന്നും പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. അല്ലാഹുവേ, ഇതാണ് കാര്യം. ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടല്ല തീരുമാനങ്ങൾ പറയേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരട്ടെ. കാലം അങ്ങനെയാണ് പോകുന്നത്. ഉള്ളവന്റെ പിന്നാലെയാണ് എല്ലാവരും, ഇല്ലാത്തവൻ ആർക്കും വേണ്ട. അവന് വേണ്ടി വാദിക്കാൻ ആളില്ല, അവന് വേണ്ടി ശബ്ദിക്കാൻ ശബ്ദങ്ങളില്ല. ഉള്ളവന് വേണ്ടി ശബ്ദിക്കാൻ, ന്യായത്തിനും അന്യായത്തിനും ശബ്ദിക്കാൻ ആളുണ്ട്. അപ്പൊ അത് കൂട്ടത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുത്ത തീരുമാനത്തിൽ ഇത്തരം അനീതികൾ കടന്നു വരില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
അൽ അദ്ലു ജല്ല ജലാലു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീതിമാനാണ്, പടച്ച റബ്ബ്. ഇനി അൽ ലത്തീഫുൽ ഖബീറുൽ ഹലീം, 3 എണ്ണം കൂടെ ഉണ്ട്. നാം 33 പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലി പിരിയണം. ഈ സംഗതിയൊക്കെ നടന്നിട്ടില്ലെങ്കിൽ ലോകം ഇവിടെ നിലനിൽക്കുക, അത് മറ്റൊരു ചർച്ച. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ വിഷയം അൽ ഖബീറു ജല്ല ജലാലു. എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി അറിയുന്നവനാണ് പടച്ച റബ്ബ്. എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നമ്മളെ നന്നാക്കി തരട്ടെ. ഈ റബ്ബിനെ പേടിച്ചു ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ലത്തീഫ് അൽ ഖബീർ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖബീർ എന്നതിന് മറ്റൊരർത്ഥവും കൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതെന്താ? പണ്ഡിതന്മാർ പറഞ്ഞു അൽ മുഖ്ബിറു ജല്ല ജലാലു. അൽ ഖബീറു ജല്ല ജലാലു എന്ന് പറഞ്ഞാൽ അൽ മുഖ്ബിറു ജല്ല ജലാലു. അവിടെയാണ് അൽ ലത്തീഫുൽ ഖബീർ എന്ന് പറഞ്ഞതിന്റെ യോജിപ്പ്. അൽ അലീമുൽ ഖബീർ എന്ന് പറഞ്ഞതിന്റെ യോജിപ്പ്. അള്ളാഹുവിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം, പക്ഷെ അവൻ ഖബീറും കൂടെയാണെന്ന് പറയുമ്പോ അറിയല് മാത്രമല്ല, ആ അറിയുന്നത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യവും ഉണ്ട് അള്ളാഹുവിന്. അതാണ് അതിന്റെ അർത്ഥം, മഹാന്മാർ കൊടുത്ത അർത്ഥം. അറിയുന്നല്ല, ആ അറിഞ്ഞത് പറയാനുള്ള ധൈര്യമുണ്ട്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഖബീറായ റബ്ബിനെ പോലെ ഒരാൾ നബിയെ തങ്ങൾക്ക് അതേക്കുറിച്ച് വിവരം നൽകൂല. അത് അല്ലാഹുവിനെ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും കഴിയുകയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ എല്ലാം അറിയാം എന്ന് പറയുമ്പോൾ ഈ ഖബീർ എന്ന നാമം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചൂടേറിയ വിഷയത്തിന്റെ പരിഹാരമായി വരുന്നുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വകാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഹഫ്സ ബീവിയോട് ഒരു സ്വകാര്യം പറഞ്ഞു. സൂറത്തു തഹ്രീമിന്റെ ആദ്യ ഭാഗം ഇതാ പറയുന്നത്. സൂറത്തു തഹ്രീമിന്റെ ആദ്യ ഭാഗത്തുണ്ടത്. എന്താ വിഷയം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അസർ നിസ്കരിച്ചാൽ മൊത്തം ഭാര്യമാരുടെ അടുത്തൊന്ന് കറങ്ങും, അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ. ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്താണ് താമസിക്കുക. അത് വളരെ നീതിപൂർവമാണ് താമസിക്കുക. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണിശമായി പുലർത്തിയിരുന്ന ഒരു നീതിയാണ്. എന്നാൽ അവിടെയല്ല വിഷയം. എല്ലാ ദിവസവും തന്റെ ഭാര്യമാരുടെ അടുത്ത് അസർ നിസ്കരിച്ചാൽ, പള്ളിയുടെ ചുറ്റുമാണല്ലോ എല്ലാവരുടെയും വീട്, ഒരു തല തൊട്ടിങ്ങ് തുടങ്ങും, ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ നടക്കും, ഒരറ്റത്തു നിന്ന് അങ്ങേയറ്റം വരെ. എല്ലാവരുടെ അടുത്തും ഒരു 5 മിനിറ്റ് അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ച് വീണ്ടും മഗ്‌രിബ് ആവുമ്പോഴേക്ക് പള്ളിക്ക്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്തോ ഒരു സ്നേഹമാണ് കുടുംബത്തോട് കാണിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? സൈനബ് ബീവിന്റെ അടുത്ത് ഒരു 5 മിനിറ്റും കൂടെ കൂടുതൽ ഇരുന്നപ്പോ ഇവർക്ക് സൈനബിനോടുള്ള അസൂയ കൊണ്ടാണോ, സൈനബിനോടുള്ള വെറുപ്പുകൊണ്ടാണോ? നമ്മുടെയൊക്കെ സഹോദരിമാർക്കുള്ളതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീന് കുറുമ്പും കുശുമ്പും ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? അതെന്തുകൊണ്ട് പറയുന്ന അറിയോ നിങ്ങൾ? ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീന് വരെ കുറുമ്പും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പലപ്പോഴും പലരും പ്രസംഗിക്കാറുണ്ട്. ഞാൻ പറയുന്ന ആഴത്തിൽ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാ. ആരാണ് നബിമാരുടെ ഭാര്യമാർ എന്ന് പഠിക്കാത്തത് കൊണ്ടാ. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ബഹുമാനം എത്രയാണെന്ന് അറിയാത്തത് കൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്ക് ശല്യം ചെയ്തു എന്നൊരു മനുഷ്യൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് കേട്ടു. സങ്കടം. അങ്ങനെ ചെയ്യരുത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ റസൂലുള്ളാഹിയെ ശല്യം ചെയ്തു എന്ന് പറയരുത്. മാനുഷികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ചില സൗന്ദര്യപ്പിണക്കങ്ങൾ, അതെല്ലാവരുടെ ജീവിതത്തിലും വരുന്നത് അതേ വന്നിട്ടുള്ളൂ. അല്ലാതെ അവിടെ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അത് തന്നെ എന്തിന്റെ പേരിൽ സംഭവിച്ചതാ? മറ്റൊരു ഭാര്യയോടുള്ള വെറുപ്പിന്റെ പേരിലല്ല, അള്ളാഹുവിന്റെ ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് എൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടായിരിക്കും ഹബീബ്. അത് നിങ്ങളോട് 5 മിനിറ്റ് സംസാരിക്കും, എന്നോട് 5 മിനിറ്റ് സംസാരിക്കും, മറ്റേ സഹോദരനോട് 5 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ എൻ്റെയും അവൻ്റെയും 5 മിനിറ്റിൽ ഈ 2 മിനിറ്റ് വെട്ടിക്കുറച്ച് അവിടെ നിന്നാൽ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കൊരു നഷ്ടബോധം ഉണ്ടാവും. അയാളോടുള്ള വിഷമല്ലത്.
ആ 5 മിനിറ്റ് പൂർണ്ണമായിട്ട് മുത്തുനബിയുടെ വാക്കുകൾ എനിക്ക് കിട്ടണം. അതാണ് ഇവിടെ ഉണ്ടായത്. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും കൂടെ ഒത്തു. അവര് പറഞ്ഞു, എന്തോ ഒന്നുണ്ട് സൈനബിന്റെ വീട്ടിൽ, എന്തോ വിശേഷമായിട്ട്, സൈനബ് എന്തോ കാര്യമായിട്ട് സൽക്കരിക്കുന്നുണ്ട്, അതാ സംഭവം. കാരണം ഈ സമയത്ത് അല്ലാതെ വൈകിയിരിക്കേണ്ട കാര്യമല്ല, എല്ലാവരുടെ അടുത്തും 5 മിനിറ്റ് വിശേഷം അറിഞ്ഞ് അങ്ങ് പോകല. അതൊന്ന് അന്വേഷിക്കണം. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈനബ് ബീവി തേൻ കൊടുക്കുന്നുണ്ട്. എവിടുന്നോ കുറച്ച് തേൻ കിട്ടിയിരുന്നു, അത് റസൂലുള്ളാഹിക്ക് കൊടുക്കും. റസൂലുള്ളാഹിക്ക് തേനാണെങ്കിൽ വലിയ ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക് തേന്. അപ്പൊ ആ തേൻ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഇപ്പൊ ഈ വൈകുന്നത്. അപ്പോ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും പറഞ്ഞു, അതിപ്പോ പ്രതിരോധിക്കണമെങ്കിൽ അതുപോലെ തേൻ കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഒരേ നാക്കുകൊണ്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ, എന്താ നബിയെ, എന്തോ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി.